എന്ന വിഷയത്തെ ക്രിസ്തീയ സ്നാനം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയല്ലോ. കുറച്ച് കാര്യം കൂടി നമുക്ക് ചിന്തിക്കുവാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മൾ സ്നാനപ്പെടുവാനായിട്ട് സമർപ്പിച്ചിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ 3 പേരാണ് ഇപ്പോൾ അങ്ങനെ സമർപ്പിക്കപ്പെട്ട് കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ വചനത്തിൻ്റെ പൂർണ്ണമായ അനുസരണത്തിനായി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ പ്രിയ സിജി സിസ്റ്റർ, നമ്മുടെ ജസ്റ്റിൻ ബ്രദറിൻ്റെ മിസ്സിസ് സിസ്റ്റർ സിജി, അവരുടെ മോന് ആയുഷ് മോന്, അതുപോലെ നമ്മുടെ ബെന്നി പാസ്റ്ററുടെ ഇളയ മോള് അഫിയ മോള്, ഇവർ 3 പേരും സ്തോത്രം ഇനി സ്നാനപ്പെടുവാൻ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. അവരെത്രയും വേഗം അതിനായി ഒരുക്കപ്പെടേണ്ടതിനായി അവരെ പ്രത്യേകം നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. സ്തോത്രം. അവർ ആ പൂർണ്ണമായ സമർപ്പണവും ബോധ്യവും വന്നവരാണ്. നാളുകളായി അവർ ദൈവവചനം കേൾക്കുകയും നാളുകൾക്ക് മുമ്പ് തന്നെ അവർ സാക്ഷ്യം പറയുകയും ഒക്കെ ചെയ്തവരാണ്. സ്തോത്രം. അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിലും ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നത് യുക്തമാണല്ലോ. അതുകൊണ്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. സ്തോത്രം. ഇന്നലെ രക്ഷാനുഭവത്തിൽ സ്നാനത്തിൻ്റെ പങ്ക് എന്നുള്ള വിഷയം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചു. ദൈവം എല്ലാവരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ടാണ് പുത്രനെ കുരുതി കൊടുത്ത് രക്ഷാമാർഗം ഒരുക്കിയത്. അത് സകല മനുഷ്യവർഗത്തിനു വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നു, കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയില്ല. എന്നാൽ അതേ സമയത്ത് തന്നെ വന്നു, ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. അപ്പോൾ പുത്രനെ കാൽവറിയിൽ ഉയർത്തിയാണ് പിതാവ് ആളുകളെ, ജനത്തെ, മനുഷ്യവർഗത്തെ തന്നിലേക്ക് ആകർഷിക്കുന്നത്. കാൽവറിയിലെ ദിവ്യസ്നേഹം, കാൽവറിയിലെ പ്രായശ്ചിത്ത ബലിവരണമാണ് സ്തോത്രം കർത്താവിങ്കിലേക്ക് ഒരുവൻ ആകർഷിക്കപ്പെടുന്നതിന് ദൈവം ഒരുക്കിയിരിക്കുന്ന ഉപാധി. സ്തോത്രം. എന്നാൽ അങ്ങനെ ആകർഷിക്കുമ്പോൾ ആ ദൈവിക ഇടപെടൽ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് കർത്താവിനായി സമർപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ആ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നവർക്കാണ് രക്ഷയുടെ അനുഭവം പ്രാപിക്കാൻ കഴിയുന്നത്. സമർപ്പിക്കുക, വിശ്വസിക്കുക എന്നൊക്കെ പറയുമ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസത്തിന് അനുസരണം എന്നുള്ളതിൽ ആവർത്തിച്ച് തിരുവെഴുത്ത് പറയുന്നത് സത്യമാണ്. വിശ്വാസത്തിന് അനുസരണം. വിശ്വസിക്കുന്നുവെങ്കിൽ അനുസരിക്കണം. യാക്കോബ് അപ്പോസ്തലൻ പറയുമ്പോൾ വിശ്വാസം പ്രവൃത്തിയിൽ വെളിപ്പെടുത്തണം. സ്തോത്രം. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയാൽ ഇല്ലാത്ത വിശ്വാസം നിഷ്ഫലം എന്ന് ഗ്രഹിപ്പാൻ മനസ്സുണ്ടോ എന്നാണ് അപ്പോസ്തലൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ, അനുസരണത്തിൻ്റെ ആദ്യത്തെ ചുവട് എന്ന് നമുക്ക് സ്നാനത്തെക്കുറിച്ച് പറയുവാനായിട്ട് കഴിയും. സ്തോത്രം. അത് കർത്താവിൻ്റെ മരണത്തോടെ ഏകീഭവിക്കുന്നതാണ്. നമ്മൾ ഇന്നലെ ചിന്തിച്ചല്ലോ, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അത് ദൈവപ്രമാണമാണ്, അതിന് നീക്കമില്ല. അങ്ങനെ പാപിയായ മനുഷ്യവർഗം മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നു, നിത്യശിക്ഷാവിധിക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. അതിന് നീക്കമില്ല, അത് നീങ്ങുകയില്ല. സ്തോത്രം. നിങ്ങൾ എന്ത് കരുതുന്നു സഹോദരങ്ങളെ? ഇവിടെ ഒരു മുനിസിപ്പ് കോടതി ഒരു വിധി പറഞ്ഞാൽ അതിന് മേളിലൊരു കോടതി അത് ക്യാൻസൽ ചെയ്യുന്നില്ലെങ്കിൽ നടപ്പാക്കും. അങ്ങനെങ്കിൽ സ്തോത്രം, സർവശക്തനായ ദൈവത്തിൻ്റെ കോടതി പാപിയായ മനുഷ്യൻ്റെ മേൽ വിധിച്ചിരിക്കുന്ന ഈ വിധി മാറ്റാൻ, ക്യാൻസൽ ചെയ്യാൻ അതിന് മീതെ വേറെ കോടതിയില്ല. അതുകൊണ്ട് അത് നടപ്പാകും. അപ്പോൾ പാപം ചെയ്തതിലേക്ക് മരിച്ചേ തീരൂ, അത് നിവർത്തിക്കപ്പെടണം. എന്നാൽ ആ മരണത്തിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് അവർക്ക് പകരം യേശു മരിച്ചു. എന്നിട്ടോ നമ്മൾ യേശുവിൻ്റെ മരണം എൻ്റെ മരണമെന്ന് ഹൃദയപൂർവ്വം അംഗീകരിച്ച് വായ്കൊണ്ട് ഏറ്റുപറഞ്ഞ് ആ മരണത്തിൽ പങ്കാളിയാകണം. ആ മരണത്തിൽ പങ്കാളിയാകുന്നതിൻ്റെ പരസ്യ സാക്ഷ്യമായി നിയമിച്ചിരിക്കുന്ന സ്തോത്രം, ഹല്ലേലൂയ, ഉപദേശമാണ് സ്നാനം, വിശ്വാസാനന്തരമുള്ള ജലസ്നാനം എന്ന് പറയുന്നത്. സ്തോത്രം. പ്രിയമുള്ളവരെ, വിശ്വാസാനന്തരമുള്ള ജലസ്നാനം പഴയ ജീവിതത്തിന് മരിച്ച് പുതിയ ജീവിതം ക്രിസ്തുവിൽ ആരംഭിക്കുന്നു എന്നുള്ളതിൻ്റെ ആ ടേണിംഗ് പോയിൻ്റാണ്, വഴിത്തിരിവാണ്. സ്തോത്രം. അത് വളരെ പ്രധാനമാണ്. നമുക്കറിയാം, പ്രാർത്ഥനയ്ക്കും കൂട്ടത്തിനൊന്നും പോകുന്നതിന് ആരും എതിരൊന്നും പറയില്ല. ആരാ എതിര് പറയുന്നത്? നല്ല കാര്യമാണ്, പ്രാർത്ഥിക്കാനൊക്കെ പോകുന്നത് നല്ല കാര്യമാണ്. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതും ആളുകൾ അംഗീകരിക്കും. പക്ഷേ സ്നാനം എന്ന് പറയുമ്പോൾ ആളുകൾക്കത് ബുദ്ധിമുട്ടാണ്.
ഇപ്പോൾ ആ സ്നാനത്തിൻ്റെ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ അത് വെറും ഒരു അർത്ഥശൂന്യമായ ചടങ്ങായി. എൻ്റെ അടുത്ത് അനേകർ വന്നിട്ടുണ്ട്. സ്നാനപ്പെടണം, സ്നാനം ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ദേവദാസനെ, സ്നാനപ്പെടണം. പക്ഷേ ആരും അറിയാതെ സ്നാനപ്പെടണം. അത് ഞങ്ങൾ ഒരു ഹോട്ടലിൻ്റെ സ്വിമ്മിംഗ് പൂൾ ബുക്ക് ചെയ്യാം, ദേവദാസൻ വന്ന് സ്നാനപ്പെടുത്തണം. ഞാൻ പറഞ്ഞു അതിന് ഞാനില്ല. ഇത് മരിച്ച് കുഴിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നതിൻ്റെ പ്രതീകമാണ്. ഇവിടെ നിയമമുണ്ട്. ശവസംസ്കാരം സൂര്യൻ്റെ വെട്ടത്താണ് നടത്തേണ്ടത്. സന്ധ്യ കഴിഞ്ഞ് കൃത്രിമമായ ലൈറ്റ് ഉപയോഗിച്ച് ശവസംസ്കാരം നടത്തണമെന്നുണ്ടെങ്കിൽ പോലീസിൻ്റെ സാന്നിധ്യവും കോടതിയുടെ ഉത്തരവും ഉണ്ടാകണം, അല്ലെ നടത്താൻ അനുവദിക്കില്ല. കാരണം മരിച്ച ആളിനെ തന്നെ കുഴിച്ചിടുന്നതെന്ന് ഉറപ്പാക്കണം. മറ്റ് ഒന്നിനെ കൂടി അടിയിലോട്ട് വേറൊരു മൃതശരീരം കൂടെ കൊണ്ടുവന്ന് ഇട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. അതുകൊണ്ട് പരസ്യമായിട്ടാണത് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ ചെയ്യില്ല, എനിക്കത് ബുദ്ധിമുട്ടാണ്. അത് സ്നാനമല്ല, അത് വെറും ഒരു ചടങ്ങാണ്, വെറും മുങ്ങല എന്ന് പറയും. എന്നാൽ ഞാൻ എൻ്റെ അടുത്ത് അങ്ങനെ പറയുകയും ചെയ്ത ആളുകളെ മറ്റ് ദൈവദാസന്മാർ അങ്ങനെ പോയി ഹോട്ടലിൽ സ്വിമ്മിംഗ് പൂൾ ബുക്ക് ചെയ്ത് ഹോട്ടലിലൊരു മുറി ബുക്ക് ചെയ്തു. അങ്ങോട്ട് ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സ് ആ ഹോട്ടൽ മുറിയിൽ വെച്ച് മാറി വെച്ചിട്ട് വേറൊരു ഡ്രസ്സ് ഇട്ട് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി പൊക്കി കൊണ്ടുവന്ന് ആ മുറിയിൽ മടങ്ങി വന്ന് പഴയ ഡ്രസ്സിട്ട് ഇട്ടുകൊണ്ട് വന്ന ആ ഡ്രസ്സ് തിരിച്ചിട്ട്, എന്നിട്ട് പാസ്റ്റർ ഒരു ബണ്ണും ഒരിച്ചിരി സ്ക്വാഷും കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് പ്രാർത്ഥിച്ച് കർത്തൃമേശയും നടത്തി പിരിയും. ആരും അറിഞ്ഞില്ല. വീട്ടിൽ നിന്ന് ഇട്ടുകൊണ്ട് ഇറങ്ങിപ്പോന്ന് വേഷം ഇട്ടുകൊണ്ട് തിരിച്ചു കയറി. ആരും അറിഞ്ഞില്ല. നോക്കണേ, സ്തോത്രം. ഞാൻ ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് ഒരിക്കൽ ഒരിടത്ത് ഒരു യോഗത്തിൽ പറഞ്ഞപ്പോൾ അവിടുന്ന് ദൈവഭക്തിയായ ഒരു അമ്മച്ചി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ആരും അറിഞ്ഞില്ല, ദൈവം പോലും അറിഞ്ഞില്ലെന്ന്. എനിക്ക് തോന്നിയത് സത്യമാണ്. കാര്യം ദൈവം അത് അംഗീകരിച്ചിട്ടില്ല, ദൈവം അറിഞ്ഞിട്ടില്ല. നോക്കണേ, വെറും ഒരു ചടങ്ങാണ്, അർത്ഥശൂന്യമായ ഒരു ചടങ്ങ് പ്രിയപ്പെട്ട. അതുകൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നു? മനസ്സാൽ സ്നാനപ്പെടണം ഇത് വെറും ഒരു ചടങ്ങായി അധപ്പതിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു? അതിനെ ഏറ്റവും ലഘൂകരിക്കുക. ഒന്നും മാറണ്ട, ഒരു മാറ്റവും വേണ്ട, ആരും അറിയണ്ട. എൻ്റെ പോലീസ് സൗകര്യങ്ങളെ നിങ്ങളെന്ത് പറയുന്നു? യഥാർത്ഥത്തിൽ ഒരുവൻ മാനസാന്തരപ്പെട്ടാൽ ഞങ്ങളുടെ ഒരു അപ്പച്ചൻ പറയുന്നത് വീട്ടിലെ പട്ടി പോലും അറിയുമെന്ന്. ശരിക്കും ഒരു മാനസാന്തരം ഒരുവനുണ്ടായാൽ വീട്ടിലെ വളർത്തുനായി പോലും ആ വിവരം അറിയുമെന്ന്. മുമ്പ് മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് കവലക്കിറങ്ങിപ്പോയി വഴക്കമുണ്ടാക്കി 2 കൊടുത്ത് 4 മേടിച്ച് കയറി വരുമ്പം മനസ്സ് മുഴുവൻ അരിശോട്ടി കൊണ്ട് വരുമ്പം യജമാനം വന്ന സന്തോഷത്തിൽ നായി ഇങ്ങനെ ഓടി വന്നാൽ ഒറ്റ തൊഴി അതിലിട്ട് കൊടുക്കും. ഇപ്പം തിരിച്ചു വരുമ്പം വൈകിട്ട് വരുമ്പം കൂട്ടാൻ കഴിഞ്ഞ് വരുമ്പം സന്തോഷത്തോടെ ചെന്നാൽ അതിനെ കുരിഞ്ഞൊന്ന് തടവും. നോക്കണേ, അതാ എന്ന് പറയുന്നത്. പരസ്യമായിരിക്കണം, പരസ്യ സാക്ഷ്യമായിരിക്കണം. സ്തോത്രം. അപ്പോൾ കർത്താവിൻ്റെ മരണത്തോടെ ഏകീഭവിക്കുമ്പോൾ ആ വിധി നമ്മളിൽ നിവർത്തിച്ച് നാം മോചിക്കപ്പെടുകയാണ്. സ്തോത്രം. അതാണ് രക്ഷയിൽ അവിഭാജ്യമായ ഒരു ചുവടാണെന്ന് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ വ്യക്തമായി ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ഇനി അതിന് സ്നാനത്തിന് ആവശ്യകത എന്നുള്ളതും ആ ഭാഗത്ത് നിങ്ങൾക്ക് വ്യക്തമായല്ലോ. സ്നാനത്തിൻ്റെ ആവശ്യകത ഇത് വിശ്വാസത്തിൻ്റെ അനുസരണത്തിൻ്റെ ആദ്യ ചുവടാണ്. ഇനി ഇതിൻ്റെ ആവശ്യകതയിൽ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം പറ്റൂ എന്ന് പറയുന്നു. ഇനി വിശുദ്ധ തിരുവെഴുത്തിൽ സ്നാനത്തിന് ചില നിഴലുകളുണ്ട്. സ്നാനത്തിൻ്റെ നിഴലുകൾ, ഒരു നിഴൽ നോഹയുടെ ജലപ്രളയം, അത് സ്നാനത്തിന് മുൻകുറി എന്ന് പത്രോസ്ലീഹ പറയുന്നുണ്ട്. പിന്നെ ഒരു നിഴൽ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിലാണ്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൽ ഒന്ന് വായിച്ചേക്കാമോ? ഒന്നുമല്ല വാക്യങ്ങളൊന്ന് വായിക്കാമോ? 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1 മുതൽ വായിച്ചാട്ടെ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തോടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. കണ്ടോ? താങ്ക് യു. മതി. താങ്ക് യു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അപ്പോൾ ഈ മോശയുടെ നേതൃത്വത്തിലല്ലേ ഇവർ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്? മോശയുടെ നേതൃത്വത്തിലല്ലേ
പെസഹ ആചരിച്ചത്? മോശയുടെ നേതൃത്വത്തിലാണല്ലോ ചെങ്കടൽ വരെ വന്നത്. ചെങ്കടൽ വരെ മോശയുടെ നേതൃത്വത്തിൽ, മോശയുടെ നിയന്ത്രണത്തിൽ നടന്നു വന്നു. മോശയാണ് അവരെ പുറപ്പെടുവിച്ചുകൊണ്ട് വന്നത്. പക്ഷേ മോശയോട് ചേർന്നു എന്ന് പറയുന്നത് ചെങ്കടൽ തരണം ചെയ്തപ്പോഴാണ്. സ്തോത്രം. സ്നാനമേറ്റ് മോശയോട് ചേർന്നു എന്നാണ് പറയുന്നത്. മോശയോട് ചേർന്നു, സ്നാനമേറ്റു എന്നാണ് പറയുന്നത്. അപ്പം മേഘത്തിലെ സ്നാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മ സ്നാനത്തിന് നിഴലും, സ്തോത്രം, വെള്ളത്തിൽ അല്ലെങ്കിൽ സമുദ്രത്തിലൂടെ കടക്കുന്നത് ജലസ്നാനത്തിന്, വിശ്വാസാനത്തിലുള്ള ജലസ്നാനത്തിന് നിഴലുമായിരിക്കുന്നു. സ്തോത്രം. അങ്ങനെ മോശയോട് മേഘത്തിൻ്റെ തണൽ, മേഘത്തിൽ വന്നപ്പോൾ ആ മേഘം ചെങ്കടലിൻ്റെ തീരത്ത് വന്നപ്പോൾ മിസ്രയീമ്യർ അവരെ പിന്തുടർന്ന് ചെങ്കടലിൻ്റെ കരയിൽ വന്നു, തീരത്ത് വന്നു. അപ്പോൾ ഇരു സൈന്യങ്ങളും ഇരു കൂട്ടവും ഏറ്റുമുട്ടാതിരിക്കാൻ മിസ്രയീമ്യ സൈന്യം ഇസ്രായേലിനെ എത്തിപ്പിടിക്കാൻ ഇടയാകാതെ വണ്ണം മേഘം രണ്ട് കൂട്ടർക്കും ഇടയിൽ വന്ന് നിന്നു. മിസ്രയീമ്യർക്ക് ഇരുളും ആ മേഘത്തിൻ്റെ മറുഭാഗം ഇസ്രായേലർക്ക് പ്രകാശവുമായിരുന്നു. സ്തോത്രം. എന്നിട്ട് ആ മേഘം ഇവരെ ചുഴന്നു നിന്നു, ഇവരുടെ മീതെ വിരിച്ചിരുന്നു. ആ മേഘം ഇവരെ സമുദ്രത്തിലൂടെ ഇറങ്ങുമ്പോൾ അവരുടെ മീതെ ഉണ്ടായിരുന്നു. ആ മേഘം മരുഭൂമിയിലെ യാത്ര മുഴുവൻ ഇവരെ ചുറ്റിയിരുന്നു, ഇവരെ ചുഴന്നിരുന്നു. സ്തോത്രം. മേഘത്തിൽ സ്നാനമേറ്റതുപോലെ. ഇതാണ് ആത്മസ്നാനാനുഭവം. ഒരുവൻ ഉണ്ടായാൽ അവൻ കൃപയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ആത്മസ്നാനാനുഭവം അവൻ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. സ്തോത്രം. അതാണത്. ആത്മസ്നാനത്തിന് നിഴൽ. സമുദ്രം തരണം താണ്ടിയത് വിശ്വാസ ജലസ്നാനത്തിന് നിഴൽ. സ്തോത്രം. നോക്കണേ, അപ്പോഴാണ് മോശയോട് ചേർന്നു എന്ന് പറയുന്നത്. മോശയുടെ നേതൃത്വം. നിങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടു. കർത്താവാണ് നിങ്ങളെ പാപത്തിൻ്റെ അധീനത്തിൽ നിന്ന് വിടുവിക്കുന്നത്. സ്തോത്രം. എന്നാൽ മിസ്റ്റിക്കായി, മാർമികമായി ക്രിസ്തുവിനോട് ചേരുക എന്ന അനുഭവം ഉണ്ടാകുന്നത് സ്നാനത്തിലാണെന്ന് ആ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. സ്തോത്രം. അതതിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനി സ്നാനത്തിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ മരണത്തോട് ഏകീഭവിക്കുവാനാണ്, ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകുവാനാണ്. സ്തോത്രം. നാളെ സ്നാനമേൽക്കുന്ന സഹോദരങ്ങൾ അവർ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണെങ്കിലും നാളെയും അവർ ഒരു വാക്കിൽ വലിയ 1-2 വാചകങ്ങളിൽ അവരും സാക്ഷ്യം പറയണം. സ്തോത്രം. സാക്ഷ്യം പറയുമ്പോൾ കർത്താവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളോട് ഏകീഭവിക്കുവാൻ, സ്തോത്രം, അവൻ്റെ വചനപ്രകാരം സ്നാനത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. സ്തോത്രം. അങ്ങനെയാണ് അവർ പറയുന്നത്. സ്തോത്രം. അതിനെക്കുറിച്ച് വ്യക്തിപരമായി നിങ്ങൾ കണ്ട് സംസാരിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും സാവകാശം കിട്ടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സ്തോത്രം, അവൻ്റെ മരണ പുനരുത്ഥാനങ്ങളോട് ഏകീഭവിക്കുവാനാണ് സ്നാനം. സ്തോത്രം. അതാണ് അതിൻ്റെ അർത്ഥം. സ്നാനത്തിൻ്റെ അർത്ഥം അതാണ്. അല്ലാതെ കൽപ്പന അനുസരിക്കുന്ന ലാഘവത്തോടെ ചെയ്യാൻ ഉള്ളതല്ല സ്നാനം. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഒരാളെന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, ബ്രദർ എന്തിനാണ് പിന്നെ സ്നാനപ്പെട്ടത്? അതെ, ശിശുസ്നാനം ശരിയല്ലെന്ന് എനിക്ക് മനസ്സിലായി. ആ ശിശുസ്നാനത്തിൻ്റെ അപാകത പരിഹരിക്കാനായിട്ടാണ് ഞാൻ സ്നാനപ്പെട്ടതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പോൾ നിങ്ങളുടെ സ്നാനം ഒരു പോസിറ്റീവ് ആക്ഷൻ ആയിരുന്നില്ല, ഒരു റിയാക്ഷൻ ആയിരുന്നല്ലേ? ചെയ്തു പോയ ഒരു തെറ്റ്, ആ തെറ്റ് അല്ലെങ്കിൽ ചെയ്ത് വിധേയപ്പെട്ട ഒരു ശുശ്രൂഷയുടെ അപാകത പരിഹരിക്കാനായി ഒരു തിരുത്ത് ശുശ്രൂഷ അല്ലേ ആയിരുന്നു? എന്ന് പറഞ്ഞാൽ അതെ, അങ്ങനെ ആയിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പോൾ അതൊരു ആക്ഷനായിരുന്നില്ല, അതൊരു റിയാക്ഷനായിരുന്നു. അതിനതിൻ്റെ പൂർണ്ണമായ അർത്ഥമില്ലെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ കൂടെ ഉണ്ടേ. സ്തോത്രം. അപ്പോൾ നമ്മൾ സ്നാനപ്പെടുന്നത് ശിശുസ്നാനം ശരിയല്ലാത്തത് കൊണ്ട് ഇനിയും സ്നാനപ്പെട്ടേക്കാം എന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെ ക്രിസ്തുവിനോട് ചേരുവാൻ, ഞാൻ പാപി, നഷ്ടപ്പെട്ടവൻ, എൻ്റെ കർമ്മങ്ങൾ കൊണ്ട്, എൻ്റെ പാരമ്പര്യങ്ങൾ കൊണ്ട്, ഒരു കർമ്മവും കൂദാശയും അനുഷ്ഠാനവും നോമ്പും നേർച്ചയും കൊണ്ട് എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സാധ്യമല്ല. അത് ഞാൻ ബോധ്യപ്പെടുന്നു. എന്നാൽ എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി എൻ്റെ സ്ഥാനത്ത് എൻ്റെ യേശു എനിക്ക് പകരക്കാരനായി കാൽവരിൽ മരിച്ചു. ആ മരണം എൻ്റെ മരണമാണ്. അവിടത്തേക്ക് മരിക്കാൻ ആവശ്യമില്ലായിരുന്നു. ഞാനായിരുന്നു മരണത്തിന് വിധിക്കപ്പെട്ടത്. ഞാൻ വിധിക്കപ്പെട്ട മരണം
എൻ്റെ സ്ഥാനത്ത് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഏറ്റെടുത്ത് എനിക്കെതിരായുള്ള വിധിയിൽ നിന്ന് ആ വിധി എന്നിൽ നിവർത്തിച്ച് ഞാൻ മോചിക്കപ്പെടുവാൻ എനിക്ക് വേണ്ടി രക്ഷയുടെ മാർഗം ഒരുക്കി ആ മരണത്തോട് ഞാൻ ഏകീഭവിക്കുവാൻ സ്തോത്രം ഞാൻ സ്നാനമേൽക്കുന്നു. അതാണ് സ്നാനത്തിൻ്റെ അർത്ഥം. സ്തോത്രം. ഹല്ലേലൂയ. വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ഇനി പ്രിയപ്പെട്ടവരെ, ചിലർ ചോദിക്കാറുണ്ട്, ഈ കുരിശിലെ കള്ളൻ സ്നാനപ്പെട്ടായിരുന്നോ? അവനക്ക് സ്വർഗത്തിൽ പോയില്ലേ? സ്നാനം ആവശ്യമില്ലെന്ന് പറയാനായിട്ട് ചില ആളുകൾ പറയുന്ന ഒരു ന്യായവാദം. കുരിശിലെ കള്ളൻ, സഹോദരങ്ങളെ, കുരിശിലെ ആ ദുഷ്പ്രവർത്തിക്കാരൻ മരിച്ച് കഴിഞ്ഞാണ് സ്നാനത്തിൻ്റെ ഉപദേശം കൊടുത്തത്. കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷമാണ് സ്നാനത്തിൻ്റെ ഉപദേശം കൊടുത്തത്. കർത്തൃമേശയുടെ ഉപദേശവും അതിനു മുമ്പ് കൊടുത്തു. അന്ത്യ അത്താഴവേളയിൽ, ലാസ്റ്റ് സപ്പർ, അന്ത്യ അത്താഴവേളയിൽ അതുകൊണ്ടതിന് അത്താഴം കഴിഞ്ഞ ശേഷം അപ്പോൾ അന്ത്യ അത്താഴത്തിൻ്റെ ഒടുവിലായിട്ട് കർത്തൃതിരുമേശയുടെ ഉപദേശം കൊടുത്ത് അത് സ്ഥാപിച്ചു. സ്തോത്രം. കർത്തൃതിരുമേശയുടെ ഉപദേശം കൊടുക്കുകയും അത് സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ സ്നാനത്തിൻ്റെ ഉപദേശം കൊടുത്തത് മരിച്ച് അടക്കപ്പെട്ട ഉയിർത്തെഴുന്നേറ്റതിന് ശേഷമാണ്. സ്തോത്രം. അപ്പോൾ കുരിശിൽ മാനസാന്തരപ്പെട്ട ദുഷ്പ്രവൃത്തിക്കാരൻ മരിച്ച് കഴിഞ്ഞാണ് ഈ ഉപദേശം കൊടുത്തത്. എന്താ ഉപദേശം അത്ര വൈകിയത്? കാരണം കർത്താവിൻ്റെ മരണത്തോടും ശവസംസ്കാരത്തോടും ഉയിർപ്പിനോടും ഏകീഭവിക്കുവാനുള്ള ശുശ്രൂഷയല്ലേ ഇത്? അതുകൊണ്ട് മരണവും ശവസംസ്കാരവും പുനരുത്ഥാനവും കഴിഞ്ഞ ശേഷം അത് ഉപദേശം കൊടുത്തെങ്കിലേ അതിനർത്ഥമുണ്ടാകുകയുള്ളൂ. അതുകൊണ്ടാണ് മരിച്ച് അടക്കപ്പെട്ട് ഉയിർത്തെഴുന്നേറ്റ ശേഷം കർത്താവ് ഈ ഉപദേശം കൊടുക്കുന്നത്. കുരിശിലെ കളയുന്നതിന് മുമ്പേ മരിച്ചുപോയി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അത് ഒരു ഒഴികഴിവല്ല. സ്തോത്രം. കുരിശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ എന്നുള്ളത് ഒരിക്കലും ഒരു ഒഴികഴിവല്ല എന്നുള്ളത് മറക്കരുത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്നാനമല്ല നമ്മളെ രക്ഷിക്കുന്നത്. പിന്നെ രക്ഷയുടെ അനുഭവം പ്രാപിച്ചപ്പോൾ ആ അനുഭവത്തിനാളെ ഏൽപ്പിച്ചു കൊടുക്കലിൻ്റെ ഒരു പ്രധാന ചുവടായിട്ടാണ് നമ്മൾ സ്നാനമേൽക്കുന്നത്. സ്തോത്രം. ലോകത്തിലെ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു കർത്താവ്, വാഴ്ത്തപ്പെട്ട കർത്താവ് സ്നാനമേറ്റ യോർദാൻ നദിയിൽ പോയി സ്നാനപ്പെട്ടാലും സ്തോത്രം ആ സ്നാനം കൊണ്ട് ആത്മരക്ഷ പ്രാപിക്കുകയില്ല. പിന്നെയോ വിശ്വാസത്തിൻ്റെ സമർപ്പണമാണ്, വിശ്വാസമാണ് രക്ഷയ്ക്ക് നിദാനം. ആ വിശ്വാസം എന്ന് പറയുമ്പോൾ ആ വിശ്വാസത്തിന് അനുസരണമായിട്ടാണ് സ്നാനത്തിൽ ഏൽപ്പിക്കപ്പെടുന്നത്. സ്തോത്രം. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, സ്തോത്രം, അതിൻ്റെ ആ സമ്പൂർണ്ണ സമർപ്പണം നമ്മുടെ ഭാഗത്ത് നിർബന്ധമായി ഉണ്ടാകണം. വേറെ ചില പറയാണ്ട് ഈ കുടുംബസ്നാനത്തെക്കുറിച്ച് പറയില്ലേ, ശിശുസ്നാനത്തെക്കുറിച്ച് ചില പറയുന്ന കുടുംബസ്നാനം. വിശുദ്ധ തിരുവെഴുത്തിൽ പ്രധാനമായിട്ട് 3 കുടുംബസ്നാനങ്ങളാണ് എഴുതിയിരിക്കുന്നത്. 3 കുടുംബസ്നാനങ്ങൾ. ഒന്ന് കൊർന്നല്യോസിൻ്റെ കുടുംബസ്നാനം. കൊർന്നല്യോസ് അറിയാമല്ലോ. സ്തോത്രം. പ്രവചന പുസ്തകം 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിൻ്റെ കുടുംബസ്നാനം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഭാഗം ഒന്ന് എടുത്താട്ടെ. ആ കുടുംബത്തിൽ കൊച്ചു പിള്ളേരും വലിയവരും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്നു. സ്തോത്രം. 10-ാം അധ്യായത്തിൽ അതിൻ്റെ ആദ്യം നിങ്ങൾ 33-ാം വാക്യം വായിക്കുക. സന്ദർഭമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. പത്രോസ് കൊർന്നല്യോസ് വീട്ടിലെത്തിയപ്പോൾ കൊർന്നല്യോസ് പറയുന്ന വാക്കുകൾ വായിച്ചാണ്. ക്ഷണത്തിൽ നീ വന്നത് ഉപകാരം. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെ കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിന്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു. കണ്ടോ? ഇവിടെ ദൈവത്തിന്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു. എന്റെ 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേരെ. പിറ്റേന്നാൾ കൈസരയിലെത്തി അവിടെ കൊർന്നല്യോസ് ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതന്മാരെയും കൂട്ടിവരുത്തി അവർക്കായി കാത്തിരുന്നു. കണ്ടോ? അതാ, അല്ലാതെ ഊപ്പപ്പിള്ളാരെ എല്ലാം പിടിച്ചിരുത്തിയൊന്നുമില്ല. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾക്കാൻ ഞങ്ങളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. ഇന്ന് പറഞ്ഞപ്പോൾ 44-ാം വാക്യം വായിച്ചേ. ഈ വാക്കുകളെ വച്ചോ. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കിയാൽ പത്രോസിനോട് കൂടെ വന്ന പരിശീലനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. വായിച്ചോ ഒരു വാക്യം ഇവിടെ. നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ഇവരെ സ്നാനം
ഒരുമിച്ച് കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. കേട്ടോ, താങ്ക് യു, മതി, താങ്ക് യു. ഇതാണ് അപ്പോൾ വചനം കേട്ടു, വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. വചനം കേട്ട് വിശ്വസിച്ചെങ്കിലല്ലേ പരിശുദ്ധാത്മാവ് വരുള്ളൂ. വചനം കേട്ടു, വിശ്വസിച്ചു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവരെ സ്നാനപ്പെടുത്തി. അത് എത്ര പ്രായത്തിലാണെങ്കിലും ഇത്രയും അനുഭവം ഉണ്ടായില്ല. വചനം കേട്ട് ബോധ്യപ്പെട്ട് വിശ്വസിച്ച് സമർപ്പിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരുവൻ, അതിന് ആ ശിശു അത് ഏത് പ്രായക്കാരനാണെങ്കിലും, അത് 90 വയസ്സുള്ള ആളാണെങ്കിലും 9 വയസ്സുള്ള ആളാണെങ്കിലും സ്നാനപ്പെടുത്തണം. സ്തോത്രം. അവരുടെ വീട്ടിൽ എട്ടും പൊട്ടും തിരിയാത്ത പിള്ളേരെ കൊണ്ട് തളിച്ചെന്ന് നമ്മൾ കാണുന്നില്ല. സ്തോത്രം. എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ കുടുംബസ്നാനം എന്ന് പറയുന്നത് 16-ാം അധ്യായത്തിലാണ്. 16-ാമത്തെ അധ്യായത്തിൽ സ്തോത്രം ലൂദിയായുടെ കുടുംബസ്നാനമാണ്. സ്തോത്രം. ലൂദിയായുടെ കുടുംബസ്നാനം 14-ാമത്തെ വാക്യം വായിച്ച്. 16-ാം അധ്യായം 14-ാമത്തെ വാക്യം. തുയഥൈര രക്താംബരം വിൽക്കുന്നവളുമായ ലുദിയ എന്ന പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവുകളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനപ്പെട്ട ശേഷം, നിങ്ങൾ എന്നെ കർത്താവ് വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് പാർപ്പിൻ എന്ന് അപേക്ഷിച്ചു. ഞങ്ങളെ നിർബന്ധിച്ചു. കേട്ടോ, ഇതാണ് അവളും കുടുംബവും സ്നാനമേറ്റു. കുടുംബം എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ കൂടിയാൽ കുടുംബമാണ്. എന്നാൽ ഇനി ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിനൊക്കെ, അപ്പം നമുക്കറിയാം ഇത് കഴിഞ്ഞോ ലൂദിയയുടെ വീട്ടിൽ ഇവർ താമസിച്ചുകൊണ്ട് അവിടെ കർത്താവിന് വചനം പ്രസംഗിച്ചു. വചനം പ്രസംഗിക്കുമ്പോൾ വെളിച്ചപ്പാടാത്മാവുള്ളൊരു പെങ്കൊച്ച്, അവളിലൂടെ അവൾ പറയുന്ന വെളിച്ചപ്പാട് എൻ്റെ ആ ആത്മാവിനോട് പറയുന്ന വിവരങ്ങൾ കേട്ട് ഇഷ്ടംപോലെ കാശുണ്ടാക്കി ഇവളെ അടിമയാക്കി കൊണ്ടു നടക്കുന്ന ഒരു പറ്റും യജമാനന്മാരുണ്ടായിരുന്നു. അവർ ഈ പെങ്കൊച്ച് ദുരാത്മാവ് ബാധിച്ച ദുരാത്മാവുടെ പേരുണ്ട്. പൗലോസിനെയും ശീലാസിനെയും കണ്ടപ്പോൾ അവരെ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ രക്ഷാമാർഗത്തോട് അറിയിക്കുന്നു പറയുന്നത് പിന്നെയും എന്നും അങ്ങ് പറയാതെ. അങ്ങനെ പറഞ്ഞ് പൗലോസ് ഒരു ദിവസം മുഷിഞ്ഞ് അവളുടെ ഭൂതാത്മാവിനെ ശാസിച്ചു. അതവളെ വിട്ടുപോയി കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് പിന്നെ പ്രവചനവും വെളിപ്പാടുമൊന്നുമില്ല. അതോടുകൂടി അവരെല്ലാം കൂടി പൗലോസിനും ശീലാസിനും എതിരെയായി അടിച്ചു ആമത്തിലിട്ടു. അടിച്ചാമത്തിലിട്ട് ബുദ്ധിമുട്ടിച്ചു. ആ കഷ്ടം സഹിച്ചു. ആ ആമത്തിലിട്ട് അത് കഴിഞ്ഞ് ഒടുവിൽ അവരെ റോമാപൗരന്മാരറിഞ്ഞപ്പോൾ അവരെ അധികാരം വന്ന് പറഞ്ഞ് അവരെ ഇറക്കി വിട്ടപ്പോൾ നോക്കണേ, അതിൻ്റെ 40-ാമത്തെ വാക്യം വായിച്ചു. ലുദിയയുടെ വീട്ടിൻ്റെ കാര്യം. വീട്ടിൽ ആരുണ്ടെന്ന് 40-ാമത്തെ വാക്യം. അവർ തടവ് വിട്ട് ലുദിയയുടെ വീട്ടിൽ ചെന്ന് സഹോദരന്മാരെ കണ്ട് ആശ്വസിപ്പിച്ച ശേഷം പുറപ്പെട്ടു പോയി. അപ്പോൾ ലുദിയയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? പൗലോസും ശീലാസും കാരാഗൃഹത്തിലായതുകൊണ്ട് ദുഃഖിക്കുകയും അവർ കാരാഗൃഹത്തിൽ നിന്ന് മോചിതരായതുകൊണ്ട് ആശ്വസിക്കുകയും ചെയ്യുവാൻ പ്രാപ്തിയുള്ള പക്വതയുള്ളവർ മാത്രമേ ആ വീട്ടിലുള്ളൂ. അല്ല, എട്ടും പൊട്ടും തിരിയാത്ത പിള്ളേരെ ആരെയും അവിടെ സ്നാനപ്പെടുത്തിയെന്ന് നമ്മൾ കാണുന്നില്ല. ഇനി മൂന്നാമത്തെ കുടുംബസ്നാനം ജയിലറുടെ കുടുംബസ്നാനമാണ്. അതും ആ 16-ാം അധ്യായത്തിൽ തന്നെയാണ് ജയിലറുടെ കുടുംബസ്നാനം. ഇവരിങ്ങനെ ഈ വെളിച്ചപ്പാടത്താത്മാവുള്ള പെങ്കൊച്ചിൻ്റെ ദുരാത്മാവിനെ ശാസിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര പ്രശ്നമുണ്ടാകി. ഇവരെ അടിച്ചുപദ്രവിച്ച് ഇവരെ കാരാഗൃഹത്തിലാക്കി ആമത്തിലിട്ട് പൂട്ടിയിരിക്കുമ്പോൾ രാത്രി അവർ പാടി പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം ഒരു ഭൂകമ്പം വെച്ചു. അല്ല അവരുടെ പാട്ടിൻ്റെ ആയം കൊണ്ട് ചങ്ങല എഴിഞ്ഞെന്നല്ല, ആരാധിച്ചപ്പോൾ ചങ്ങല എഴിഞ്ഞു എന്നൊന്നും വേദപുസ്തകത്തിലില്ല. ആരാധന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാട്ട് പാടുന്നതും അല്ലല്ലോ, പോട്ടെ, അത് വേറെ വിഷയം. അപ്പോൾ ഭൂകമ്പം വായിച്ചു, അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ചങ്ങല എല്ലാം അഴിഞ്ഞു വീണു. അഴിഞ്ഞപ്പോൾ അയ്യോ ഇവർ പൊയ്ക്കഴിഞ്ഞു, മീൻസ് തടവുകാർ പൊയ്പോയി, ഇനി ജീവിച്ചതിൻ്റെ കാര്യമില്ല, വിസ്തരിച്ച് തൂക്കിലിടും എന്നാൽ ചത്തേക്കാന്ന് വിചാരിച്ച് കാരാഗ്രഹപ്രമാണി വാളൂരി തന്നെത്താൻ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ പൗലോസ് ദൈവാത്മപ്രേരണ വിളിച്ചു പറഞ്ഞു, അയ്യോ നിനക്ക് ഒരു ദോഷം ചെയ്യരുതേ, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട് വിളിച്ചു പറഞ്ഞപ്പോൾ, ഓ യജമാനന്മാരെ ഞാൻ രക്ഷപ്രാപിപ്പോ, ഞാൻ എന്ത് ചെയ്യണ്ടു? അന്ന് പകൽ നടന്ന സംഭവം എല്ലാം ഈ കാരാഗ്രഹപ്രമാണി അറിഞ്ഞു കാണും. ഇവർ അടി കൊണ്ടത് പഠിച്ചു കാണും. ഇവർ പാടിയതും കാരാഗ്രഹപ്രമാണി ശ്രദ്ധിച്ചു കാണും. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം ചാടി അവിടെ കാൽക്കൽ വീട് വെളിച്ചം ചോദിച്ചുകൊണ്ട് അകത്ത് വന്നു. വായിച്ചു 29-ാം വാക്യം വായിച്ച്. അവൻ വെളിച്ചം ചോദിച്ചു. വായിച്ചു പൗലോസിന്റെയും ശീലാസിന്റെയും മുമ്പിൽ വീണു. വായിച്ചു. അവരെ പുറത്തു കൊണ്ടുവന്ന്
യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നവർ പറഞ്ഞു. പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. ഇതാണ്. അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്? ആ രാത്രിയിൽ അവരെ കൂട്ടിക്കൊണ്ടുപോയി മുറിവുകളെ കഴുകി വീട്ടിലുള്ള എല്ലാവരോടും വചനം പ്രസംഗിച്ചു. 32-ാം വാക്യം. പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ 8 പൊട്ടും തിരിയാത്ത 3 മാസമുള്ള അല്ലെങ്കിൽ 7 ദിവസം പ്രാവുള്ള കുഞ്ഞിനെ പൊക്കി പിടിച്ച് വചനം കേൾപ്പിച്ചെന്നാണോ? നോക്കണേ, സ്തോത്രം. വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ അവരെ അനാഥ തന്നെ കൂട്ടിക്കൊണ്ട് മുറിവിലെ കഴുകി തനിക്കുള്ള എല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ടവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. വീട്ടിലുള്ള എല്ലാവരും വചനം കേട്ടു. വീട്ടിലുള്ള എല്ലാവരും ദൈവത്തിൽ വിശ്വസിച്ചു. വീട്ടിലുള്ള എല്ലാവരും സ്നാനമേറ്റു. വചനം കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരെ സ്നാനപ്പെടുത്താം. പ്രായമല്ല പ്രധാനം. സ്തോത്രം. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഹല്ലേലൂയ. ഈ 3 കുടുംബസ്നാനങ്ങളാണ് ഉള്ളത്. ഈ 3 കുടുംബസ്നാനത്തിലും കുഞ്ഞുങ്ങളില്ലെന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. സ്തോത്രം. ഇനി വേറെ ചില ആൾ പറയുന്ന ന്യായമുണ്ട്. എന്താ പറയുന്നതെന്നറിയാമോ? അതെ, ഈ പുറത്തുള്ളവരെ കൊണ്ടുവന്ന് മുക്ക്, ഇവിടെ പൂണിക്കകത്ത് കിടന്നവനെ പിടിച്ചു മുക്കണോ? എടാ, ഞങ്ങൾ സത്യക്രിസ്ത്യാനികളാണ്, ഞങ്ങളൊക്കെ മാമോദിസ വെള്ളം വീണവരാ, ഞങ്ങളെ പിന്നെ മുക്കാനായിട്ട് നിങ്ങൾ വരണ്ട, ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ പുനഃ സൗരങ്ങളെ, സ്തോത്രം. അവരെ ഒരു കാര്യം ഓർക്കണം. സാക്ഷാൽ പൗലോസ്ലീഹ സ്നാനമേറ്റു. പൗലോസ്ലീഹ പരീശനായിരുന്നു, സ്നാനമേറ്റു. പ്രിയപ്പെട്ടവരെ, ഇവിടെയുള്ള എല്ലാവരും എത്ര കേമനാണെന്ന് പറഞ്ഞാലും അവന് സ്നാനത്തിന് ആവശ്യമുണ്ട്. സ്തോത്രം. അതിന് വേദപുസ്തകത്തിൽ ഒരു തെളിവ് ഞാൻ വേഗം കാണിച്ചു തരാം. നമുക്കറിയാമല്ലോ, നോഹയുടെ പ്രളയകാലത്ത് മുഴുവൻ പേരെയും കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞാൽ പാപനിമിത്തം എല്ലാവരും കൊല്ലപ്പെട്ടു. നോഹയുടെ കുടുംബം അവർ 8 പേര്, നോഹയും ഭാര്യയും 3 ആമ്പിള്ളാരും അവരുടെ ഭാര്യമാരും. അങ്ങനെ 3 ആമ്പിള്ളാരും അവരുടെ ഭാര്യമാരും. 3 ആമ്പിള്ളാരുടെ പേര് ഷേം, ഹാം, യാപ്പേത്ത് എന്നാണ്. ഇവര് ഈ 3 പേരിൽ നിന്നാണ് മനുഷ്യവംശം മുഴുവൻ പിന്നെയും പെറ്റുപെരുകിയത്. ഈ 3 പേരിൽ നിന്നാണ്. അങ്ങനെ ഈ 3 പേരിൽ നിന്ന് മനുഷ്യവംശം മുഴുവൻ വർദ്ധിച്ചു. അപ്പോൾ സ്തോത്രം, ഇന്ന് ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞാൽ നരവംശ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു മനുഷ്യകുലം മുഴുവൻ 3 കുടുംബത്തിൽപ്പെട്ടവരാണ്. നോക്കണേ, 3 കുടുംബത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ഈ 3 വർഗമേ മനുഷ്യകുലത്തിൽ 3 വംശമേ ഉള്ളൂ. ഷേമിൻ്റെ വംശം, ഹാമിൻ്റെ വംശം, യാപ്പേത്തിൻ്റെ വംശം. ഈ വേദപുസ്തകത്തിൽ, പ്രവൃത്തിയുടെ പുസ്തകത്തിൽ ആയിരങ്ങളുടെ സ്നാനം ഒരു വാചകത്തിൽ പറഞ്ഞങ്ങ് വിടുകയാണ്. സ്നാനമേറ്റോ 5000-ഓളം പേർ സ്നാനമേറ്റു, 3000-ഓളം പേർ സ്നാനമേറ്റു. ഒറ്റ വാചകത്തിൽ ആയിരങ്ങളുടെ സ്നാനം പറയുമ്പോൾ 3 പേരുടെ സ്നാനം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. 1 പൗലോസിൻ്റെ സ്നാനം. പൗലോസ് ആരാ? ഷേം വംശക്കാരനാണ്. പൗലോസ് ഷേം വംശക്കാരൻ. ഇനി രണ്ടാമത് ശ്രദ്ധിക്കണേ, സ്തോത്രം, നമ്മുടെ എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രി ഷണ്ണൻ്റെ സ്നാനം ഹാം വംശക്കാരനാണ്. സ്തോത്രം. ബൈബിളിൽ നിന്ന് തെളിവുകളുണ്ട്. സ്തോത്രം. മൂന്നാമത്തത് നമുക്കറിയാമല്ലോ, കൊർന്നല്യോസിൻ്റെ സ്നാനം. കൊർന്നല്യോസ് യൂറോപ്യനാണ്. അത് യാപ്പേത്ത് വംശക്കാരനാണ്. യാപ്പേത്ത് വംശക്കാരൻ. അപ്പോൾ ഈ 3 പേര്, ഷേമിൻ്റെ വംശക്കാരന് സ്നാനമേറ്റു, ഹാമിൻ്റെ വംശക്കാരന് സ്നാനമേറ്റു, യാപ്പേത്തിൻ്റെ വംശക്കാരന് സ്നാനമേറ്റു. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം എടുത്ത്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 1-ാം വാക്യം ആദ്യം വായിച്ച്. മതി. ഇനി അതിന്റെ 2-ാം വാക്യം വായിച്ചു. യാപ്പേത്തിന്റെ പുത്രന്മാർ. കേട്ടോ, ഇത് മുഴുവൻ യൂറോപ്യരാണ്. ഗോഗ്, മാഗോഗ് എന്നെല്ലാം പറയുന്നത് റഷ്യൻ പ്രദേശങ്ങൾ, യൂറോപ്പിലുള്ളവരാ. യാപ്പേത്ത് വംശക്കാര് യൂറോപ്പിലുള്ളവരാ. കൊർന്നല്യോസ് യാപ്പേത്ത് വംശക്കാരനാ. സ്തോത്രം. മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ. അതുകൊണ്ടാണ് യാപ്പേത്തിന് അവരുടെ വംശാവലി പ്രത്യേകം എടുത്തു പറയുന്നത്, അവരുടെ സ്നാനവും പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. സ്തോത്രം. ഇനി ഷേം വംശക്കാരനാണ് നമ്മുടെ പൗലോസ്. പറയാം, ഷേം
നമ്മൾ പറഞ്ഞു വരുമ്പോൾ ആദം, ഷേത്ത്, ഏനോസ്, കേനാൻ, മഹലേൽ, യാരദ്, ഹാനോക്, മെഥൂശലക്, ലാമെക്, നോഹ, ശേം, അർപ്പക്ഷത്, ശേലഹ്, ഏബർ, പേലഗ്, രയു, ശെരു, നാഹോർ, തേരഹ്, അബ്രാം. അബ്രാമിൻ്റെ മക്കൾ അബ്രഹാം പിന്നെയായി, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. യാക്കോബിൻ്റെ മക്കൾ 12 മക്കളിൽ ഒരുവനാണ് ബെന്യാമീൻ ഗോത്രക്കാരനായ ശൗൽ. അപ്പോൾ നോക്കണേ, ശേം വംശക്കാരനായ ശൗൽ സ്നാനമേറ്റു. സ്തോത്രം. ഇനി മൂന്നാമത്തത് വായിച്ച് ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 1-ാം അധ്യായം. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം. ഒന്ന് ദിനവൃത്താന്തം ക്രോണിക്കിൾസ് 1 ദിനവൃത്താന്തം 1-ാം അധ്യായം 8-ാം വാക്യം. കണ്ടോ? താങ്ക് യു. കണ്ടോ? ഹാമിൻ്റെ പുത്രന്മാർ ഷേമിൻ്റെ പുത്രനായ ഷേമിൻ്റെ വംശത്തിൽ പിറന്ന പൗലോസ് സ്നാനമേറ്റു. ഹാമിൻ്റെ വംശം ആരൊക്കെയാ? കൂശ, മിസ്രയീം. നോക്കണേ, ആരാ? കൂശനായ എത്യോപ്യക്കാരനായ ഷണ്ണൻ. നോക്കണേ, ഹാമിൻ്റെ വംശത്തിൽ പിറന്ന ഷണ്ണൻ സ്നാനമേറ്റു. നമ്മളിപ്പോൾ കണ്ടല്ലോ, ഉൽപ്പത്തി 10 കണ്ടല്ലോ, യാപ്പേത്ത് വംശക്കാരനായ യൂറോപ്യൻ കൊർന്നല്യോ സ്നാനമേറ്റു. അപ്പോൾ ഷേമും ഹാമും യാപ്പേത്തും 3 വംശത്തിലും പിറന്നവരുടെ സ്നാനം പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, മനുഷ്യക്കുലത്തിൽ ആരായാലും സ്നാനമേറ്റേ മതിയാവൂ. മതിയാകുകയുള്ളൂ. സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ ശിശുക്കളെ സ്നാനപ്പെടുത്തുന്നതൊക്കെ തെറ്റായ നടപടിയായി പിൽക്കാലത്ത് സഭയിൽ കടന്നുകൂടിയതാണ്. 13-ാം നൂറ്റാണ്ട് വരെയും ഓർത്തഡോക്സ് സഭയിൽ പോലും, അവരുടെ പുസ്തകങ്ങൾ ഇപ്പോഴും ഉണ്ട്, സഭയിൽ പോലും സ്ത്രീകളെ ഒഴുക്കുവെള്ളത്തിൽ ഇറക്കി നിർത്തി വിശ്വാസം ഏറ്റുപറഞ്ഞ ശേഷം തലമുടി ആഭരണങ്ങളെല്ലാം നീക്കം ചെയ്ത് തലമുടി അഴിച്ചിട്ട മുടി മൂടുപടം കൊണ്ട് മൂടി, കൃത്രിമ മുടിയില്ലെന്ന് ഉറപ്പുവരുത്താൻ അത് ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്. മൂടി ഒഴുക്കുവെള്ളത്തിൽ സ്നാനം കഴിപ്പിച്ചിരുന്നു 13-ാം നൂറ്റാണ്ട് വരെയും. കണ്ടോ? സ്തോത്രം. യാക്കോബായ അതിൻ്റെ അറിയാൻ ഓർത്തഡോക്സ് സഭയിൽ, കിഴക്കിൻ്റെ സഭ, അന്ത്യോക്യ ആസ്ഥാനമായുള്ള കിഴക്കിൻ്റെ സഭയിൽ, ഓർത്തഡോക്സ് സഭയിൽ അങ്ങനെയായിരുന്നു. നോക്കണേ, പിൽക്കാലത്ത് പിന്നെ എന്തുകൊണ്ടാണ് ഇത് വന്ന് പറയാം. അതായത് മാമോദീസ അത്ര പ്രധാനമാണ്, സ്നാനമേറ്റില്ലെങ്കിൽ രക്ഷാനുഭവം പ്രാപിക്കുകയില്ല എന്നുള്ള ഒരു ചിന്ത വന്നിട്ട് ശിശുമരണം വളരെയുള്ള കാലം കുഞ്ഞുങ്ങൾ മരിക്കുന്നു. ഈ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നുള്ള ആശങ്കയുണ്ടായപ്പോൾ ആ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തണം. അവർ പറഞ്ഞു, അപ്പം വിശ്വസിച്ചെങ്കിലേ നോക്കൂ, വിശ്വാസം ഏറ്റുപറഞ്ഞല്ലേ നോക്കൂ. അപ്പം കുഞ്ഞിന് പകരം ഒരു തലത്തൊട്ടപ്പനോ തലത്തൊട്ടമ്മയോ വിശ്വാസം ഏറ്റുപറയുന്നു. കുഞ്ഞിൻ്റെ പേര് യോസഫ് എന്നാണെങ്കിൽ, തലത്തൊട്ടപ്പൻ്റെ പേര് മത്തായി എന്നാണെങ്കിൽ, മത്തായി എന്താ പറയുന്നത്? യോസഫാകുന്ന ഞാൻ സാത്താനെ ഉപേക്ഷിച്ച് മശിഹായെ സ്വീകരിക്കുന്നത്. കണ്ടോ? അവിടെ ഒരു ആൾമാറാട്ടമല്ലേ? ഓർത്തു നോക്കിക്കേ. ഇവിടെ കോടതിയിലൊരു സാക്ഷി പറയണമെങ്കിൽ പോലും രേഖ കാണിച്ച് നമ്മൾ ഇന്നാര് തന്നെയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ സാക്ഷി പറയാൻ അനുവാദമുള്ളൂ. ആൾമാറാട്ടം കാണിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറ്റമാണ്. അപ്പോൾ യോസഫിൻ്റെ പേര് മത്തായി പറഞ്ഞ് യോസഫാന്ന് ഞാനെന്ന് പറയുമ്പോൾ തന്നെ അവിടെ ആൾമാറാട്ടവും ഗുരുതരമായ കുറ്റവുമാണ്. ചിലപ്പോൾ എനിക്ക് ഭയം തോന്നും, നിരപരാധികളായ ഈ സാധുക്കളെ ദൈവമുമ്പാകെ ആൾമാറാട്ടം കളിപ്പിച്ച് കുറ്റക്കാരാക്കുന്ന മഹാദോഷം സഭാ നേതൃത്വം ചെയ്തത് തെറ്റാണ്. സ്തോത്രം. എന്നിട്ട് ഈ കുഞ്ഞിനെ തളിക്കും. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഇത് ഈ സ്നാനത്തെ സംബന്ധിച്ച് ആശങ്ക കൊണ്ടാണ്. കുഞ്ഞ് മാമോദീസ ഏറ്റില്ലെങ്കിൽ സ്വർഗത്തിൽ പോകില്ലെന്നുള്ള ചിന്ത വന്നിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ശിശുക്കളുടെ കാര്യത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്നും ചെയ്യേണ്ട. തിരിച്ചറിയാൻ പ്രായമാകാത്ത ഒരു ശിശു നിരീശ്വരൻ്റെ കുഞ്ഞാണെങ്കിലും മരിച്ചാൽ നിത്യജീവനിലുണ്ട്. കാര്യം, പാപത്തിൻ്റെ ന്യായവിധി കാൽവറിയിൽ കഴിഞ്ഞു. സ്തോത്രം. വിശ്വസിക്കുവാൻ പ്രായവും പക്വതയും ബോധ്യവും വരുന്ന ആ അവസ്ഥ ഇല്ലാത്ത കുഞ്ഞുങ്ങളുടെ
തെറ്റ് കുറ്റമായി കണക്കാക്കുകയില്ല. അതുകൊണ്ട് ശിശുസ്നാനം ആവശ്യമില്ലാത്തതാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവം തന്ന ദാനത്തെ ദൈവമഹത്വത്തിനായി സമർപ്പിച്ചു നന്ദിയോടെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആട്ടെ, ഞാൻ പറഞ്ഞത് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി സ്നാനത്തിൻ്റെ വിധമാണ്. നേരം പോയി, വേഗം പറഞ്ഞ് നിർത്തിക്കോട്ടെ. സ്നാനത്തിൻ്റെ വിധം നമുക്കറിയാം. മാമോദീസ മുക്കാൻ പോയി എന്നാണ് നമ്മൾ പറയുന്നത്, പക്ഷേ കൊണ്ടുപോയി എന്നാണെങ്കിൽ തളിക്കുക. മാമോദീസ മുക്കി എന്നാണ് പറയുന്നത്, പക്ഷേ ചെയ്യുന്നത് തളിക്കല. അതിന് ബാപ്റ്റിസം എന്ന വാക്ക് തന്നത് ബാപ്റ്റിസോ എന്ന വാക്കിൽ നിന്നാണ്. ബാപ്റ്റിസോ എന്ന് പറഞ്ഞാൽ മുക്കുക എന്ന അർത്ഥം. തളിക്കുക എന്നുള്ളതിൻ്റെ റെൻറ്റിസൈൻ എന്നാണ് ഗ്രീക്ക് വാക്ക്. റെൻറ്റിസൈൻ അല്ല ബാപ്റ്റിസോ. ബാപ്റ്റിസ്മ വാക്കാണ്. മുക്കുക എന്ന് തന്നെയാണ്. മുഴുവൻ മുങ്ങണം. ശവസംസ്കാരത്തിൽ ഒരു പിടി മണ്ണ് വാരിയിടുക അല്ലല്ലോ, ശരീരം മുഴുവൻ ഭൂമിയുടെ അടി കുഴിച്ചിടുകയല്ലേ. ഇതുപോലെ സ്തോത്രം എൻ്റെ പുണ്യസഹോദരങ്ങളെ, കർത്താവിൻ്റെ മരണപുനരുത്ഥാനങ്ങളിലേക്ക് വിഭവിച്ച് കർത്താവ് നിവർത്തിച്ച നീതിയിൽ ഓഹരിക്കാരായി ആ ദൈവനീതി നമ്മളിൽ നിവർത്തിക്കപ്പെട്ട് നമ്മുടെ മേൽ വിധിക്കപ്പെട്ട ശിക്ഷാവിധി നമ്മൾ നിവർത്തിച്ച് നമ്മൾ മോചനം പ്രാപിക്കുന്നതിന് ദൈവം നിയമിച്ചു വന്നിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വിധേയപ്പെടുവാൻ സ്തോത്രം സമർപ്പിച്ച പ്രിയമുള്ളവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സന്തോഷത്തോടെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നിങ്ങൾ വിശ്വാസാനന്തരമുള്ള ജലസ്നാനത്തിൽ കർത്താവിനെ അനുസരിക്കുമ്പോൾ കർത്താവിൻ്റെ ധാരാളമായ അനുഗ്രഹങ്ങൾ നിങ്ങൾ മേൽ പകരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ സ്തോത്രം നിങ്ങൾ നേരത്തെ സാക്ഷ്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും നാളെ പൊതുസഭയിൽ നമ്മൾ ഒരുമിച്ച് കൂടി 8:30 എന്നാണ് നമ്മളിപ്പോൾ വിചാരിക്കുന്നത്. 8:30 നമ്മൾ ആ സ്ഥലത്ത് ഒരുമിച്ച് കൂടി നിങ്ങൾ ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ അവസരം തരും. നിങ്ങൾ ഓരോരുത്തരും കർത്താവിനെ സ്വീകരിച്ചെന്നും യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്നു. എൻ്റെ മേൽ വിധിക്കപ്പെട്ട ശിക്ഷാവിധിയിൽ തന്നെ വിടുവിക്കുവാൻ, എൻ്റെ സ്ഥാനത്ത് എനിക്ക് പകരക്കാരനായി മരിച്ച യേശുവിൻ്റെ മരണത്തോട് ഏകീഭവിക്കുവാൻ, സ്തോത്രം, യേശുവിൻ്റെ മരണത്തിൽ പങ്കാളിയായി ക്രിസ്തുവിനോട് ചേരുവാൻ വിശ്വാസാനത്തിലുള്ള ജലസ്നാനത്തിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു, സ്തോത്രം എന്ന് സാക്ഷ്യം പറയണം. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടി ഓരോരുത്തർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച ശേഷം ഓരോരുത്തരായി ജലാശയത്തിലേക്ക് ഇറങ്ങി നിങ്ങളെ സ്നാനം കഴിപ്പിക്കും. സ്തോത്രം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വെള്ളത്തിൽ നിൽക്കുമ്പോഴും കർത്താവിനെ നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ വിശ്വസിക്കുന്നു. ചിലർ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എന്നേറ്റ് പറയും. വിശ്വസിക്കുന്നു എന്നേറ്റ് പറഞ്ഞെങ്കിൽ മാത്രമേ സ്നാനപ്പെടുത്തുവാൻ പ്രമാണമുള്ളൂ. നിങ്ങളങ്ങനെ ചെയ്യണം. സ്തോത്രം. വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നത് മാത്രമല്ല, ചിലരിങ്ങനെ മോഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയായിട്ട് കർത്താവ് അതിനെ ആക്കി തീർക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സമയം കടന്നു പോയതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞങ്ങളുടെ ഉപസംഹരിക്കുന്നു. കർത്താവ് സ്തോത്രം ഈ അനുഗ്രഹിക്കപ്പെട്ട പദവിയും ഭാഗ്യവും നമുക്ക് നൽകുന്നതിനാൽ കർത്താവിനെ സ്തുതിക്കുന്നു. സ്തോത്രം. ലോകത്തുള്ള വേർപാട് കർത്താവിനോട് കൂടിച്ചേരുന്ന അനുഭവം ഇതിലൂടെ കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം.